ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നതും ഇൻഷുറൻസ് ആണ്. എസ്പെഷ്യലി അതിനകത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇവിടെ പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 2022 റിപ്പോർട്ട് പ്രകാരം അക്കോർഡിംഗ് ടു എ മാർച്ച് 22 World Health Organization report, approximately 55 million Indians are annually high out-of-pocket health expenditures. 17% of households incur catastrophic levels of health expenditure each year. ഓരോ വർഷവും 55 മില്യൺ ഇന്ത്യയിലെ ഏകദേശം 5.5 കോടിയോളം വരുന്ന ജനങ്ങളാണ് ചികിത്സ കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളെ പ്രൊട്ടക്ഷൻ ആയിരിക്കണം. നമ്മൾ എത്രമാത്രം സമ്പാദിച്ചു വെച്ചാലും നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഏത് നിമിഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ എത്ര ശതമാനമാണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. നമ്മൾ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുന്ന പണം എത്രയാണ്? 2025-26 കണക്കനുസരിച്ച് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട് 6.81 ലക്ഷം കോടിയാണ്. 6.81 ലക്ഷം കോടി. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് INS വിക്രാന്ത് എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പൽ. ആ കപ്പലിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട് 20,000 കോടിയാണ്. 30-ലേറെ ഫൈറ്റർ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ഒരു ഷിപ്പാണ്. 5 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ചേർത്ത് വെച്ചാൽ എത്ര വലിപ്പമുണ്ടോ അത്രയും വലിയൊരു ഷിപ്പ് അത് നമ്മുടെ ഡിഫൻസിന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം പ്രതിരോധ സേനകൾക്ക് വേണ്ടി, ബാക്കി കണക്കെടുത്താൽ തീരാത്തത്രയും കണക്കുകളാണ്. അതുപോലെ ഈവൻ നമ്മളൊരു ചെരുപ്പ് ധരിക്കുന്നത് പോലും നമ്മുടെ കാലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പക്ഷെ അത് നമ്മൾ ഇന്ന് 10,000 രൂപ ചെലവാക്കിയിട്ടാണ് അതുപോലും ചെയ്യുന്നത്. നമ്മളെ വീടിന് വാതിലുകൾ വെക്കുന്നത് എന്തിനാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നമ്മൾ വാഹനത്തിന് സേഫ്റ്റി മെറ്റീരിയൽസ് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് അല്ലെ. ഒരു വാഹനത്തിന്റെ വില വർദ്ധിക്കുന്നത് അതിന്റെ സെക്യൂരിറ്റി പർപ്പസ് വെച്ചിട്ടാണ്. ഒരു വാഹനത്തിനകത്ത് തന്നെ മോഷണം നടക്കാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിവൈസസ്, ആന്റി ത്രഫ്റ്റ് ഡിവൈസസ്, അതുപോലെ എയർ ബാഗുകൾ, സ്റ്റിയറിംഗ് ലോക്സ്, ഡാഷ് ക്യാംസ്, GPS സിസ്റ്റം, ഇതെല്ലാം പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഒരു വാഹനത്തിന്റെ വില കോടികളായി വർദ്ധിക്കുന്നത് ഇത്തരം പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കണം. നിങ്ങളുടെ കുടുംബ അംഗങ്ങളെല്ലാം സേഫായിട്ടിരിക്കുന്നത് നമ്മളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി ചിലവാകുന്ന പണത്തെക്കുറിച്ച് കണക്ക് പറയാൻ പറ്റത്തില്ല. കേരളത്തിലൊരു കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിട്ട് ബന്ധം, മജ്ജ ചുരുങ്ങിപ്പോകുന്ന ഒരു രോഗത്തിന് വേണ്ടി, ഒരു ഇഞ്ചക്ഷന് വേണ്ടി 18 കോടി രൂപ നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലെ അറിവുകളും ഭയപ്പെടുത്തലുകളുമാണ്. തീർച്ചയായിട്ടും എത്ര വരുമാനം ഉണ്ടാക്കിയാലും ആ വരുമാനമെല്ലാം സേഫായിട്ടിരിക്കാൻ ആദ്യം നിങ്ങൾ പണം ചിലവാക്കേണ്ടത് പ്രൊട്ടക്ഷനാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെടുന്നത്, നമ്മുടെ രാജ്യം മാത്രമല്ല സ്വന്തം കുടുംബത്തിലും പ്രൊട്ടക്ഷനായിട്ട് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാറ്റിവെക്കണം. ഇന്ത്യൻ ഡിഫൻസിന്റെ ബഡ്ജറ്റിനായി 6,81,000 കോടി മാറ്റിവെക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എത്ര മാറ്റിവെച്ചു? ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുകയും ഇന്ന് തന്നെ മതിയായ ഒരു ഇൻഷുറൻസ് എടുക്കുകയും വേണം. അതും ചെറിയ ഇൻഷുറൻസ് എടുത്താൽ പോരാ, മതിയായ പ്രോപ്പർ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ അത് നമുക്കൊരു മതിയായ ഇൻഷുറൻസ് അല്ല. ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസ്പ്ലാന്റേഷനോ അത്തരം വരുന്ന ഒരു ചെലവുകളോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചാൽ ഈ 5 ലക്ഷത്തിന്റെ പോളിസി ഒന്നും കൊണ്ട് മതിയാവാതെ വരും. ബാക്കി 45 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം. ഈ കഴിഞ്ഞ വർഷം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ക്ലെയിം കൊടുത്തിരിക്കുന്ന 52 ലക്ഷം രൂപയാണ്. അതിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ 1 കോടി രൂപയുടെയൊക്കെ സംരക്ഷണം എടുത്താൽ മാത്രമേ നമുക്ക് അത്രയും ക്ലെയിം കിട്ടത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് ടോപ്പ് പ്ലാനുകളുണ്ട്. ചെറിയ തുക, ഒരു 10 ലക്ഷം രൂപയുടെ ബേസ് പോളിസി ഉള്ള ആളിന് 1 കോടിയുടെ ടോപ്പ് ചെയ്യാനായിട്ട് ഒരു 35-40 വയസ്സൊക്കെ ഉള്ള ആളിന് മാസം 500 രൂപ പോലും ആകത്തില്ല. 500 രൂപ എക്സ്ട്രാ അടച്ചാൽ അവർക്ക് ഒരു 1 കോടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ അറിവുള്ളവരുമായിട്ട് കൺസൾട്ടന്റുമായിട്ട് ചോദിച്ച് ഇന്ന് തന്നെ അത്തരം ഒരു നല്ല പ്രോപ്പർ ഇൻഷുറൻസ് കുടുംബത്തിൽ എടുത്തു വെക്കണം. അതാണ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒരാളിന്റെ ക്വാളിറ്റി ലൈഫ് സെറ്റ് ചെയ്യുന്നത് തന്നെ ആദ്യം ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ബക്കറ്റ് സെറ്റ് ചെയ്യണം. ഇൻഷുറൻസ് നമ്മൾ ചെയ്യണം, മതിയായ ഇൻഷുറൻസ് ചെയ്യണം. ഇത് നിങ്ങൾ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ഇൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്ദി, നമസ്കാരം.